പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ വാരധ്യാനം, 1-ാം ദിവസം, ഓശാന ഞായർ. യഹൂദ ജനത്തിൻ്റെ പ്രത്യാശ മുഴുവനും വരാനിരുന്ന മിശിഹായിലായിരുന്നു. നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചിരുന്ന ദുഃഖദുരിതങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും മിശിഹ വന്നവരെ മോചിപ്പിക്കും എന്ന പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ദാവീദിൻ്റെയും സോളമൻ്റെയും ഭരണകാലത്ത് ഇസ്രായേൽ ജനം ലോകം മുഴുവൻ്റെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അവരുടെ ഐശ്വര്യവും അവരുടെ ശക്തിയും പ്രതാപവും അത്ഭുതകരമായിരുന്നു. അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേൽ ജനത്തിൻ്റെ മഹിമ കണ്ട് മനസ്സിലാക്കുവാൻ ജനങ്ങൾ ഓടിയെത്തിയിരുന്നു. എന്നാൽ സോളമൻ്റെ മരണത്തിന് ശേഷം ആ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇസ്രായേൽ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടായി. അത് അവർ രണ്ടായി തിരിച്ചു. തെക്കും വടക്കും രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അവരുടെ ശക്തി അതിനാൽ തന്നെ സ്വാഭാവികമായും കുറഞ്ഞു. അതിലുപരിയായി ഈ കാലയളവിൽ അവർ ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചു, ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു. അതിന് ശിക്ഷ എന്ന വണ്ണം ദൈവം അവരെ അടിമത്തങ്ങൾക്ക് കൈവിട്ടു. അസീറിയക്കാരും ബാബിലോൺകാരും എല്ലാം വന്ന് അവരെ അടിമകളാക്കി, അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽ ജനത്തിന് തിരിച്ചു വരാനുള്ള അവസരം ദൈവം കൊടുത്തു. അവർ വീണ്ടും തിരികെ വരികയും ജെറുസലം ദേവാലയം പുനഃസ്ഥാപിക്കുകയും ചെയ്തുവെങ്കിലും അവർക്ക് ആദ്യത്തെ ആ ശക്തി കൈവരിക്കാൻ സാധിച്ചില്ല. സോളമൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. മാത്രമല്ല, അവരുടെ ദൗർബല്യം മുതലെടുത്ത് ശത്രു രാജ്യങ്ങൾ അവരെ നിരന്തരം ആക്രമിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ആ ദുസ്ഥിതിയിൽ അവർ വേദനയിൽ അവർ വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിച്ചു നോക്കി. വരാനിരിക്കുന്ന മിശിഹായെ പറ്റിയുള്ള ആ ഓർമ്മപ്പെടുത്തൽ അവർക്ക് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ ലഭിച്ചു. പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥം വായിച്ചപ്പോൾ അവർക്ക് പ്രതീക്ഷയായി. അവർ വരാനിരിക്കുന്ന ആ പുതിയ നേതാവിനെ പറ്റിയുള്ള പ്രതീക്ഷയിൽ ശ്രദ്ധ വെച്ചു. അദ്ദേഹം വന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിക്കും എന്ന ബോധ്യത്തിലേക്ക് അവർ ഉറച്ചു. നൂറുകണക്കിന് വർഷങ്ങൾ തങ്ങൾ സ്വന്തമായി അനുഭവിച്ചിരുന്ന ദേശവും നാടും റോമാക്കാർ കീഴടക്കിയ ആ സമയത്താണ് ഈശോയുടെ വരവടുത്തത്. റോമാക്കാരുടെ അടിമത്തത്തിന് കീഴിൽ ഇസ്രായേൽ ജനം വളരെയേറെ വിഷമിച്ചു. അതിനാൽ ഈശോ മിശിഹ വന്നപ്പോൾ അവിടുത്തെ വലിയ ജനത്തെ അവിടുന്ന് ആകർഷിച്ചതും അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്തതും അവിടുന്ന് അധികാരത്തെ പഠിപ്പിച്ചതുമെല്ലാം യഹൂദജനത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. ഇവൻ തന്നെ ആയിരിക്കും മിശിഹ എന്ന് അവർ കണക്ക് കൂട്ടി. എന്നാൽ മിശിഹായെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു. അതിനാൽ യേശു താൻ മിശിഹായാണ്, ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്താതെ ഏറെ നാൾ മുന്നോട്ട് പോയി. കെസറിയ ഫിലിപ്പിയിൽ വെച്ച് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ അഥവാ ക്രിസ്തു ആണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ തുടർന്ന് ഈശോ പറയുന്നുണ്ട്, താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത്. കാരണം
ഇസ്രായേൽ ജനത്തിൻ്റെ മിശിഹായെ പറ്റിയുള്ള കാഴ്ചപ്പാട് വിദേശ ആധിപത്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് റോമൻ ഭരണാധിപത്യത്തിൽ നിന്ന് ദൈവജനമായ ഇസ്രായേലിനെ മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമുണ്ടാക്കുമെന്നും ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരിക്കും മിശിഹ എന്നും ആണ് അവർ പ്രതീക്ഷിച്ചിരുന്നതും ധരിച്ചിരുന്നതും. എന്നാൽ ക്രിസ്തു ആ കാഴ്ചപ്പാടിൽ ഉള്ളൊരു മിശിഹ ആയിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ആ രഹസ്യം ആദ്യകാലങ്ങളിൽ മറച്ചു വയ്ക്കാനുണ്ടായത്. എന്നാൽ അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴേക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, താൻ മിശിഹ രാജാവാണ് എന്ന് ജനത്തെ അറിയിക്കുവാൻ ഈശോ തന്നെ മുൻകൈ എടുക്കുന്നതായിട്ടാണ്. മത്തായി 21:1 മുതൽ 3 വരെ വാക്യങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിച്ച് ഒലിവ് മലയിലെ ബെത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാർ നിയോഗിച്ചയച്ചു. അവൻ അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടയക്കും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു. ഓശാനയുടെ ഈ ദിവ്യരംഗം ധ്യാനാത്മകമായി നാം അയവിറക്കുമ്പോൾ നാം ഇവിടെ കാണുന്നത് യേശു രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് വചനം പറയുന്നു, അവയുടെ മേൽ അവർ വസ്ത്രം വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശു അതെല്ലാം സ്വീകരിക്കുന്നതായിട്ടാണ് ഈ രംഗത്ത് നാം കാണുന്നത്. തുടർന്ന് ദൈവവചനം പറയുന്നു, യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. ജനക്കൂട്ടത്തിന്റെ ആവേശകരമായ ഈ സ്വീകരണത്തിൽ അതൃപ്തരായ ഫരിസയർ യേശുവിനെ സമീപിച്ച് ഇത് നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നതായി ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈശോ അതിന് കൊടുത്ത മറുപടി, ഈ ജനം മിണ്ടാതിരുന്നാൽ ഇവിടെയുള്ള കല്ലുകൾ തന്നെ ആർത്ത് വിളിക്കും എന്നായിരുന്നു. മിശിഹായാണ് താനെന്ന്, മിശിഹ രാജാവാണ് താനെന്ന് യേശു ഏറ്റുപറയുകയും അവകാശപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് യേശു കഴുതപ്പുറത്ത് വന്നത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. രാജാക്കന്മാർ കുതിരപ്പുറത്ത് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യാനാണെന്നും കഴുതപ്പുറത്താണ് വരുന്നതെങ്കിൽ സമാധാനം പ്രഖ്യാപിക്കാനുമാണ് എന്ന ഒരു കാഴ്ചപ്പാടന്നുണ്ടായിരുന്നു. 400ഓളം വർഷങ്ങൾ വിദേശ ഭരണത്തിൻ്റെ ആധിപത്യത്തിലായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മനസ്സിലായി, യഹൂദ ജനത്തിന് മനസ്സിലായി, കഴുതപ്പുറത്ത് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന നസ്രായനായ യേശു യഥാർത്ഥ മിശിഹായാണ്, രക്ഷകനാണ്. സക്കറിയ പ്രവാചകന്റെ വാക്കുകൾ അവർ തീർച്ചയായിട്ടും അപ്പോൾ അനുസ്മരിച്ചു. സക്കറിയായുടെ പുസ്തകം 9 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ
ഇപ്രകാരമാണ് വായിക്കുന്നത്. വരുവാനിരിക്കുന്ന രാജാവ് എന്നാണ് ആ ഭാഗത്തിൻ്റെ തലക്കെട്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ നീതിമാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് സവാരി ചെയ്യുന്നു. തുടർന്നുള്ള സക്കറിയ പ്രവാചകൻ തുടർന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ രാജ്യം അധികാരം ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയാണ്. അതിനാൽ യേശുവിൻ്റെ വരവേൽപ്പിന് മുൻകൈയെടുത്ത ജനം അവർ പ്രതീക്ഷിച്ചത് റോമാക്കാരെ ഇസ്രായേൽ നാട്ടിൽ നിന്ന് തുരത്തി ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കും എന്ന് അവർ ഉറപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഈ പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മരണ ഉത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അവർ ചോദിച്ചു, ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ? അതിന് ഈശോ കൊടുത്ത മറുപടി, അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്നെ പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ ആ ഭൗതിക സാമ്രാജ്യ സ്ഥാപനമല്ല തൻ്റെ ലക്ഷ്യമെന്ന് ഈശോ വ്യക്തമാക്കി. ഹോസാന വിളികളുടെ മധ്യേ ജനം പറഞ്ഞ വാക്കാണ് ഹോസാന. ആ വാക്കിനർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അവർ പ്രതീക്ഷിച്ചത് ഭൗമികമായ അടിമത്തങ്ങളും ഞങ്ങൾ രക്ഷിക്കണമേ എന്നായിരുന്നു. എന്നാൽ ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഈശോ വന്നത് ഭൗമിക അടിമത്തങ്ങളെക്കാളും ഗുരുതരമായ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ തീമോത്തിക്കുള്ള 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം 549-ാം ഖണ്ഡികയിൽ പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന വിശുദ്ധ പൗലോസിന്റെ വാക്ക് സഭ ഇപ്രകാരം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 549-ാം ഖണ്ഡികയിൽ, വിശപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവ്വവിധ തിന്മകളും ഇല്ലാതാക്കാനല്ല, പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന് അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് അവിടുന്ന് സമാഗതനായത്. ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മഹത് പ്രവർത്തികളുമെല്ലാം അവിടുന്ന് മിശിഹായാണ് എന്ന് കാണിക്കാനുള്ള അടയാളങ്ങൾ മാത്രമായിരുന്നു. അവിടുന്ന് മിശിഹായായി വരുന്നത് മനുഷ്യരെ അവരുടെ എല്ലാവിധ അടിമത്തങ്ങളെക്കാളും വലിയ അടിമത്തമായ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യൗസേപ്പിനും സ്വർഗദൂതൻ നൽകുന്ന മംഗളവാർത്തയിൽ ഇക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട്.
കന്യകാമാതാവിനുള്ള മംഗളവാർത്തയിൽ ലൂക്കാസ് വിശേഷം 1:32-33 വാക്യങ്ങളിൽ മാലാഖ പറയുകയാണ്, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കന്യകാമറിയത്തിൽ നിന്ന് ജനിക്കുന്ന ഈശോയാണ് മിശിഹ രാജാവെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തുടർന്ന് വിശുദ്ധ യൗസേപ്പിനുള്ള മംഗളവാർത്തയിൽ ഇപ്രകാരം മാലാഖ എടുത്ത് പറയുന്നുണ്ട്, കന്യകാമറിയത്തിൽ ജനിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യകാമറിയത്തിനും മാർയൗസേപ്പിനും ലഭിച്ച 2 മംഗളവാർത്തകളും കൂട്ടി വായിച്ചാൽ അവിടെ വ്യക്തമാകുന്നത് ഈശോയാണ് യഥാർത്ഥ മിശിഹ, വരാനിരുന്ന രക്ഷകൻ, വിമോചകൻ. അവിടുത്തെ രക്ഷ അല്ലെങ്കിൽ മോചനം സർവോപരി പാപത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് ഈ 2 മംഗളവാർത്തകളും ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കിട്ടും. പാപം ദൈവത്തോടുള്ള ദ്രോഹമായതുകൊണ്ട് ക്ഷമിക്കുന്നതിനും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ദൈവം ഏകാന്തനല്ല, മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യത്യസ്ത വ്യക്തികളുടെ സംസർഗമാണ് പരിശുദ്ധ ത്രിത്വം. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനാണ് യേശു എന്നതിനാൽ അവിടുന്ന് ദൈവം തന്നെയാണ്, ദൈവിക വ്യക്തിയാണ്. അവിടുത്തെ വ്യക്തിത്വം ദൈവികമാണ്, അവിടുന്ന് മനുഷ്യ വ്യക്തിയല്ല, ദൈവിക വ്യക്തിയാണ്. മനുഷ്യപരിത്രാണം സാധ്യമാക്കാൻ ദൈവം തന്നെയായ യേശു ക്രിസ്തു മനുഷ്യപ്രകൃതി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം ആദിമാതാപിതാക്കന്മാരായ ആദവും ഹവ്വയും ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ പീഡയേറ്റ് മരിക്കേണ്ടിയിരുന്നു. അതേസമയം മനുഷ്യപ്രകൃതിയിൽ ചെയ്യുന്ന പരിഹാരം മതിയാകാത്തതായതിനാൽ അവിടുത്തെ ദൈവിക വ്യക്തിത്വത്തിൽ വേണം അതെല്ലാം നിർവഹിക്കേണ്ടിയിരുന്നത്. ദൈവിക വ്യക്തി എന്ന നിലയ്ക്ക് അത് നിർവഹിക്കുമ്പോഴേ യേശുവിൻ്റെ പരിഹാരത്തിന് മനുഷ്യകുലത്തിൻ്റെ പാപം നീക്കുവാൻ തീർച്ചയായും സാധിക്കുമായിരുന്നുള്ളൂ. ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനം ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പിതാവിൽ നിന്ന് ലഭിച്ച വെളിപാട് അനുസരിച്ച് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ മിശിഹ അഥവാ ക്രിസ്തു എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് തുറന്നുള്ള യേശുവിൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കപ്പെട്ടു. ഈശോ പറഞ്ഞു, അധികാരികളും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും തന്നെ ബന്ധിച്ച് വധിക്കും, എന്നാൽ താൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. മിശിഹായെപ്പറ്റി യഹൂദർക്കുണ്ടായിരുന്ന ധാരണ തിരുത്താനും താൻ തന്നെയാണ് മിശിഹ, എന്നാൽ താൻ വന്നിരിക്കുന്നത് ഒരു രാജാവിനെ പോലെ യുദ്ധം ചെയ്യാനല്ല, മറിച്ച് തൻ്റെ അതിദാരുണമായ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യകുലത്തെ പൂർണ്ണമായി എന്നേക്കുമായും വീണ്ടെടുത്ത് രക്ഷിക്കാൻ വന്ന രാജാവാണ് താനെന്നും ഈശോ ഈ ജെറുസലേം നഗരത്തിലേക്കുള്ള ആ ഓശാന വരവേൽപ്പിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഓശാന ഞായറിൻ്റെ പ്രധാന സന്ദേശം ഇതാണ്: നാം എല്ലാവരും
പാപത്തിൽ നിന്ന് മോചിതരായി തീരുവാൻ ഈശോ നമുക്ക് വേണ്ടി മിശിഹ രാജാവായി വന്ന് പാടുപീടയേറ്റ് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടുത്തെ പക്കലേക്ക് തിരിഞ്ഞ് അവിടുന്ന് തരുന്ന രക്ഷ സ്വന്തമാക്കുവാൻ നമുക്ക് അതിയായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.